അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലോജിക്കൽ റീസണിങ്ങിൻ്റെ തേർഡ് ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണ്, എല്ലാം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എടുത്തിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളത്. സോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. തെറ്റിപ്പോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്തും ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മൾ മാത്രമേ ഉള്ളൂ. സോ തെറ്റാണെങ്കിൽ തന്നെ നമ്മൾ തെറ്റിൽ കൂടെയാണ് കൂടുതൽ കാര്യങ്ങളും പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം തെറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ ആ ഒരു കാര്യം മറക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ എല്ലാവരും മൈക്ക് ഓൺ ആക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർഗ്യുമെൻറ്റ്സ് എന്താണ്, ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കൺക്ലൂഡ് ചെയ്ത് പറയുന്ന ആർഗ്യുമെൻ്റ് ഏതാ? അതായത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ വരുന്ന ആർഗ്യുമെൻ്റ് ഏതാണ്? ടൈപ്സ് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഓക്കെ, വെരി ഗുഡ്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ്. ദെൻ നമ്മൾ സിലോജിസം പഠിച്ച സമയത്ത് ഒരു സിലോജിസം സ്റ്റാൻഡേർഡ് ഫോമിലാവണം എന്നുണ്ടെങ്കിൽ ഒരു 3 ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാ? 2 പ്രൊമൈസസ് ഉണ്ടാവണം, ഒരു കൺക്ലൂഷൻ, ഓക്കെ, 3 ടേംസ് ഉണ്ടായിരിക്കും. ആ 3 ടേംസും ട്വൈസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. കറക്റ്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഇതോടെ മനസ്സിലായി. സോ നമ്മൾ ലാസ്റ്റ് ഫോളസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞിട്ടാണ് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഈ ഫാലസീസ് എന്ന് പറയണത് റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതൊന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആരുടെയോ മൈക്ക് ഓൺ ആണ്, ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം ഫാലസീസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഫാലസീസ്? ഫാലസീസ് എന്താ? ഒരു ആർഗ്യുമെന്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സ് അല്ലേ? അതെ അതെ, ഒരു ഫാലസീസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സിൽ സംഭവിക്കുന്ന ഇൻറ്റൻഷനലിയോ അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലിയോ സംഭവിക്കുന്ന എറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സിനെയാണ് നമ്മൾ ഫാലസീസ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫാലസീസ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്താലും തീരാത്ത അത്രയും ഫാലസീസുകൾ ഉണ്ട്. സോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഫാലസീസ് ആണ്. സോ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കൂടുതൽ ഫാലസീസിനെ കുറിച്ചൊന്ന് അവെയർ ആയിരിക്കാമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഫാലസിയാണ് ആഡ് ഹോമിനം എന്ന് പറയുന്നത്. ഇതൊരു ലാറ്റിൻ വേർഡാണ് ഫോർ അഗെയിൻസ്റ്റ് മെൻ. അതായത് ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി ഒരു ആർഗ്യുമെന്റ് പറയുന്ന സമയത്ത് ആ ആർഗ്യുമെന്റുമായിട്ട് ഒരു റിലേഷനും ഇല്ലാത്ത കാര്യം നമ്മൾ ആ ഒരു വ്യക്തിനെ പറ്റിയിട്ട്, ആളുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കോട്ടെ, ആളുടെ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആളുടെ പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആളുടെ എന്തെങ്കിലും അതർ ഫീച്ചേഴ്സ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ആർഗ്യുമെന്റുമായിട്ട് ഇറലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആളെ പറ്റിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അതുകൊണ്ട് ആ ഒരു ആർഗ്യുമെന്റ് തെറ്റാണെന്ന് നമ്മൾ പറയുന്നതിനെയാണ് ആഡ് ഹോമിനം എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ, സ്ട്രോമെൻ എന്ന് പറഞ്ഞാൽ, ഹലോ, ഓക്കെ, അപ്പോൾ സ്ട്രോമാൻ ഫാലസീസിലാണ് നമ്മൾ, അപ്പോഴാണ് വൈഫൈ കട്ടായിട്ടുണ്ടായിരുന്നത്, അത് പറയുമ്പോഴാണ്. സോ സ്ട്രോമാൻ ഫാലസീസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ആർഗ്യുമെന്റ് പറയുന്ന സമയത്ത് ആൾക്കെതിരെ നമ്മൾ വേറൊരു ആർഗ്യുമെന്റ് എടുത്തിടാണ്. നമ്മൾ ആൾ പറയുന്ന ആ ആർഗ്യുമെന്റ് ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ആളെ ഒന്ന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചൊരു ആർഗ്യുമെന്റ് പറയാണ്. എന്നാൽ ആ ഒരു ആർഗ്യുമെന്റ് ആൾക്ക് റിജക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, നമ്മളൊരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും പറയുന്നത്, പക്ഷേ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും. നമ്മൾ ഇന്നലെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്, ടീച്ചേഴ്സിൻ്റെ കുട്ടികൾ നല്ലപോലെ മാർക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് ടീച്ചറിൻ്റെ കുട്ടി ആയതുകൊണ്ടാണ് ടീച്ചർ ഇത്രയും നല്ല മാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ടീച്ചർക്ക് അത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ടീച്ചർ കുട്ടി തന്നെയാണ്. പക്ഷേ അതുകൊണ്ടല്ല ടീച്ചർ ആ കുട്ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുക, ആ കുട്ടി നന്നായി പഠിച്ച് എക്സാം എഴുതിയത് കൊണ്ടാണ് മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്.
സോ അടുത്ത ഫാലസിയാണ് അപ്പീൽ ടു ഇഗ്നോറൻസ് അല്ലെങ്കിൽ ആഡ് ഇഗ്നോറൻറ്റിയം എന്ന് പറയുന്നത്. അതായത് ഒരു കാര്യം, ഒരു ആർഗ്യുമെൻറ്റിനെ അങ്ങനെ അല്ലാന്ന് ആരും പ്രൂവ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു ആർഗ്യുമെൻറ്റ് അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നതിനെയാണ് അപ്പീൽ ടു ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. ദെൻ സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യത്തിനെ നമ്മൾ എക്സാജറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ, അത്രയും പീക്ക് ലെവലിൽ നമ്മളൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്ലിപ്പറി സ്ലോപ്പ് എന്ന് പറയുക. ദെൻ സർക്കുലാർ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ബെഗിങ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർഗ്യുമെൻ്റ് പറഞ്ഞിട്ട് അതിനെ തന്നെ കണക്ട് ചെയ്ത് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതിനെ തന്നെ ചുറ്റിപ്പറ്റി നമ്മൾ പിന്നെയും ആ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെയാണ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ ആയിരിക്കും നമ്മൾ എൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ ആ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റുകളെയാണ് നമ്മൾ സർക്കുലാർ ആർഗ്യുമെൻ്റ് എന്ന് പറയണത്. ദെൻ ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എൻറ്റയർ പോപ്പുലേഷനെ നമ്മൾ സഫീഷ്യൻ്റ് ആയിട്ട് എവിഡൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ മൊത്തത്തിൽ ഇപ്പോൾ ആ ഒരു കംപ്ലീറ്റ് പോപ്പുലേഷൻ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ 2K കിഡ്സിനെ പറ്റിയിട്ട് ഒരുപാട് ട്രോൾസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട്. 1-2 ആൾക്കാർ അങ്ങനെയാണെന്ന് വെച്ചിട്ട് 2K കിഡ്സ് മൊത്തം അങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ആ ട്രോൾസ് ഒക്കെ വരുന്നത്. അത് ഈ ഒരു ഹാസ്റ്റി ജനറലൈസേഷൻ എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ കാണിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ അങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു ഹാസ്റ്റി ജനറലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫാലസി അതാണ് മീൻ ചെയ്യുന്നുള്ളത്. ദെൻ റെഡ് ഹെറിങ് അഥവാ ഇഗ്നോറേഷ്യോ ഏലൻജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആർഗ്യുമെൻറ്റിൽ ഡിസ്ട്രാക്ഷൻ കൊണ്ടുവന്നിട്ട് അതിൽ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മളൊരു ആർഗ്യുമെൻറ്റ് ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാത്തൊരു കാര്യത്തിന് ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഒന്നും തരുന്നുണ്ടാവില്ല. ദെൻ നമ്മളൊരു സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഡിസ്ട്രാക്ഷൻ കൊണ്ടുവരുന്നതിനെയാണ് റെഡ് ഹെറിങ് എന്ന് പറയുക. ഓർത്തിരിക്കുക, റെഡ് ഹെറിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാകും. ദെൻ ക്വിക്കി ഫാലസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിപ്പോക്രസി ചെയ്യുക, അതായത് ഒരു വ്യക്തി പ്രീവിയസ്ലി ചെയ്തിട്ടുള്ള ഒരു കാര്യം അങ്ങനെ അത് ചെയ്യരുത് എന്ന് നമ്മൾ വേറൊരാളെ ഉപദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ നമ്മളടുത്ത് തിരിച്ചു ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങളെന്നെ ഉപദേശിക്കണേ, പണ്ട് നിങ്ങളും ഇത് ചെയ്തിട്ടില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഉപദേശിക്കാനുള്ള എന്ത് റൈറ്റാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ള രീതിയിൽ ആളെ ഹിപ്പോക്രസി നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്വിക്കി ഫാലസി എന്ന് പറയുക. ദെൻ ഫാലസി ഓഫ് സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എനർജി, നമ്മുടെ ടൈം എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കുറച്ച് ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ദെൻ അത്രയും കാര്യം നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇനി വരുന്ന അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ഏതായാലും നമ്മൾ 2 വർഷം കോളേജിൽ പോയി, 2 വർഷം എൻ്റെ ടൈമും എനർജിയും ഒക്കെ പോയി, ഇനി 1 വർഷം കൂടിയല്ലേ ഉള്ളൂ, അതെങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയിട്ട് പോവാന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്. ആ ഒരു ടൈപ്പ് ഓഫ് ആർഗ്യുമെൻ്റ് ആണ് ഫാലസി ഓഫ് സങ്ക് കോസ്റ്റ് എന്ന് പറയണത്. ദെൻ അപ്പീൽ ടു അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആരെങ്കിലും ഒരു ആർഗ്യുമെൻ്റ് പറയുന്ന സമയത്ത്, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ടർ ആയിക്കോട്ടെ, ആക്ട്രസ് ആയിക്കോട്ടെ, അതായത് നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഒരു ആർഗ്യുമെൻ്റ് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ കണ്ണും പൂട്ടിയിട്ട് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുക. ദെൻ ഇക്വൊക്കേഷൻ അഥവാ ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഡ്യുവൽ മീനിങ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റിന് തന്നെ 2 മീനിങ്ങുകൾ വരിക. സോ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ഇക്വൊക്കേഷൻ അല്ലെങ്കിൽ ആംബിഗ്വിറ്റി എന്ന് പറയുന്നത്. ദെൻ അപ്പീൽ ടു പിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പിറ്റി ഫീലിങ്സ് ഉണ്ടാക്കിക്കൊണ്ട്, ആ ഒരു ഗിൽട്ട് ഫീലിംഗ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ആർഗ്യുമെൻസിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് അപ്പീൽ ടു പിറ്റി എന്ന് പറയുക. ദെൻ ബാൻഡ് ഫാലസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കുറേ ആൾക്കാർ ആ ഒരു കാര്യം വിശ്വസിക്കുകയാണ്. സോ നമ്മൾക്ക് അതിൽ പേഴ്സണലി നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാവില്ല, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ അതിനെ വിശ്വസിക്കുന്നു, സോ ഞാനും അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ആ ടൈപ്പ് ഓഫ് ഫാലസിയാണ് ബാൻഡ് ഫാലസി എന്ന് പറയുന്നത്. സോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, പരസ്പരം ഇൻ്റർലിങ്ക്ഡ് ആയിട്ടുള്ള ടെർമിനോളജീസ് തന്നെയാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫാലസീസ് ക്ലിയർ ആകും. ഫാലസീസ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള മീനിങ് എന്താണെന്ന് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ചിലപ്പോൾ 2 ഫാലസീസ് അതല്ലേ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. പക്ഷേ ആക്ച്വൽ അതിലെന്താണോ മീൻ ചെയ്തിട്ടുള്ളത് അത് നോക്കിയിട്ട് വേണം മാത്രം നമ്മൾ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, because every part of a machine is light in weight,
The machine as a whole is light in weight. Commits the fallacy of composition, red herring, appeal to ignorance, hasty generalization. അതായത് മെഷീൻ്റെ ഓരോ പാർട്ടും ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, വെയിറ്റ് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു മെഷീന് മൊത്തത്തിലും ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും. അതിൻ്റെ ഓരോ പാർട്ടും ലൈറ്റ് ഇൻ വെയിറ്റ് ആയതുകൊണ്ട് തന്നെ മെഷീൻ ആസ് എ ഹോൾ എടുക്കുമ്പോഴും ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും. ഏത് ഫാലസിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഫാലസി ഓഫ് കോമ്പോസിഷൻ ആണോ, റെഡ് ഹെറിംഗ് ആണോ, അപ്പീൽ ടു ഇഗ്നോറൻസ് ആണോ, ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ? ഏതായിരിക്കും? ആണോ? കേട്ടില്ല. ഹാസ്റ്റി ആണോ? ഫോർത്ത് വൺ ആണോ? ഫോർത്ത് വൺ ആണോ? എല്ലാവരും ഫോർത്ത് ഓപ്ഷൻ ആണോ? ഫസ്റ്റ് ഓപ്ഷൻ കോമ്പോസിഷൻ. ഫാലസി ഓഫ് കോമ്പോസിഷൻ ആണ് കറക്റ്റ് ആൻസർ. നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു ഫാലസി ആണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടല്ലേ? കുറേ അധികം പാർട്ടുകൾ കൂടിച്ചേർന്ന ഒരു സംഭവം, അതല്ലേ ഈ കോമ്പോസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്താ? ലൈറ്റ് ഇൻ വെയിറ്റ്, അതായത് ഓരോ മെഷീൻ്റെ ഓരോ പാർട്ടും ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. അപ്പോൾ ഓരോ പാർട്ടുകളും ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. അതുകൊണ്ട് ആ ഒരു മെഷീൻ ആസ് എ ഹോൾ ലൈറ്റ് ഇൻ വെയിറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന ഫാലസി ഓഫ് കോമ്പോസിഷൻ ആണ്. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യനിൽ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആക്കിയിട്ട് തന്നെ പോവാം കേട്ടോ. ഫാലസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്തായാലും അടുത്ത എക്സാമിന് ഉണ്ടാവും. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐ ഫിഗർഡ് ദാറ്റ് യു കുഡിൻ പോസിബിളി ഗെറ്റ് ഇറ്റ് റൈറ്റ്, സോ ഐ ഇഗ്നോർ യുവർ കമൻറ്റ്. അതായത് എന്താ, താങ്കൾ പറഞ്ഞാൽ അത് റൈറ്റ് ആവില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കമൻറ്റ് ഇഗ്നോർ ചെയ്തു. അത് ആഡ് ഹോമിനം ആണോ, ആഡ് ഇഗ്നോറൻ്റി ആണോ, സ്ലിപ്പറി സ്ലോപ്പ് ആണോ, ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ? നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യവും പറയില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. സോ ഞാൻ ആ കമൻറ്റ് ഇഗ്നോർ ചെയ്തു. ഏതായിരിക്കും? ഫസ്റ്റ് വൺ ആണോ? ആഡ് ഹോമിനാണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വ്യക്തിക്കെതിരെയാണ് പറയണത്. ആ ഒരു വ്യക്തി എന്ത് പറഞ്ഞാലും അത് ശരിയാവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കമൻറ്റ് ഓൾറെഡി ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആഡ് ഹോമിനാണ്, അതായത് ആളുടെ ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ആളത് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ ഒരു കമൻറ്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വ്യക്തിക്കെതിരെ നമ്മൾ പറയുന്നത് ആഡ് ഹോമിനായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇത് ആഡ് ഹോമിനാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഐ ഫോർഗെറ്റ് ടു ഡെപ്പോസിറ്റ് ദ ചെക്ക് ഇൻ ടു ബാങ്ക് യെസ്റ്റർഡേ ബട്ട് നത്തിങ് ഐ ഡു പ്ലീസ് യു. ആഡ് ഹോമിനാണോ, റെഡ് ഹെറിംഗ് ആണോ, ഫോൾസ് അനലോജി ആണോ, ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ? അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ മറന്നുപോയിരുന്നു. ഈവൻ ഞാനിപ്പം നല്ലത് ചെയ്താലും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം ഇതിൽ ഏതായിരിക്കും? അവിടെ ഒരു സെന്റിമെന്റ്സ് ഇട്ടിട്ടുണ്ടല്ലോ. ആയിരിക്കും സെക്കൻഡ് വൺ. റെഡ് ഹെറിംഗ് ആണ് കറക്റ്റ് ആൻസർ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്താലും അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പോണില്ല. അവിടെ നമ്മളെന്താ ഒരു സെന്റിമെന്റ്സ് ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നത് റെഡ് ഹെറിംഗ് ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ഫാലസി പറഞ്ഞിട്ടുണ്ട്, ഫോൾസ് അനലോജി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനലോജിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്തിട്ടൊക്കെ ഒരു ആർഗ്യുമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് അനലോജി എന്ന് പറയണത്. സോ ആ ഒരു കമ്പയറിങ്ങിൽ വരുന്ന ഒരു എറേഴ്സിനെയാണ് നമ്മൾ ഫോൾസ് അനലോജി എന്ന് പറയണത്. സോ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇഫ് വി ലെറ്റ് സ്റ്റുഡൻസ് വിയർ സ്ലീവ്ലെസ് ഷർട്ട് ദെൻ ബിഫോർ യു നോ ഇറ്റ് ദേ വിൽ ബി വിയറിംഗ് നോ ഷർട്ട്സ് അറ്റ് ഓൾ. സ്ലിപ്പറി സ്ലോപ്പ് ആണോ, റെഡ് ഹെറിംഗ് ആണോ, സർക്കുലർ ആർഗ്യുമെന്റ് ആണോ, ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ? അതായത് നിങ്ങൾ സ്റ്റുഡൻറ്റിനെ സ്ലീവ്ലെസ് ഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ, അത് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിനി വരാൻ പോകുന്നത് ഷർട്ടൊന്നും ഇല്ലാതെ ആയിരിക്കും. ഇതിന് ഏതാ? ഒരു ചെറിയൊരു ആർഗ്യുമെന്റ് പറഞ്ഞാൽ അതിന് എക്സ്ട്രീം, അതിൻ്റെ പീക്ക് ലെവലിൽ അതിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏത് ഫാലസി ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഒരു കാര്യത്തിന് എക്സാജറേറ്റ് ചെയ്ത് പറയാ. ഹാസ്റ്റി ജനറലൈസേഷൻ
നമ്മളൊരു പോപ്പുലേഷനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യാന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒരു ആർഗ്യുമെന്റിനെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് അതിന്റെ പീക്ക് ലെവലിൽ നമ്മളൊരു എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ കാറ് പഠിക്കണം പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ അവർ ഹെലികോപ്റ്റർ പഠിക്കണം എന്നായിരിക്കും പറയാൻ പോണത് എന്നൊക്കെ ഒരു എക്സാമ്പിളൊക്കെ വെച്ചിട്ട് ഒരു ഫാലസി പഠിച്ചിട്ടില്ലേ? സ്ലിപ്പറി സ്ലോപ്പ്. സ്ലിപ്പറി സ്ലോപ്പാണ് അതിൽ കറക്റ്റ് ആൻസർ. ഇതിലെന്താ, ഇന്ന് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഷർട്ട് ഇടാൻ സമ്മതിച്ചാൽ നാളെ ഷർട്ട് ഇല്ലാതെ ആയിരിക്കും. അതിന് എക്സാജറേറ്റ് ചെയ്തിട്ടല്ലേ പറയണത്. അപ്പോൾ ഇവിടെ സ്ലിപ്പറി സ്ലോപ്പാണ് വരുന്നത്. സോ ദിസ് മാൻ ഈസ് റോങ് ബിക്കോസ് ഹീ ഈസ് ഏഷ്യൻ ആൻഡ് ഏഷ്യൻസ് ആർ ഓൾവേസ് റോങ്. റെഡ് ഹെറിംഗ് ആണോ, ജനറ്റിക് ഫോളസി ആണോ, ആഡ് ഹോമിനം ആണോ, അബ്യൂസീവ് ആഡ് ഹോമിൻ ആണോ? ആള് റോങ് ആണ്. എന്തുകൊണ്ടാ? ആളൊരു ഏഷ്യൻ ആയതുകൊണ്ട്. ഏഷ്യൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ റോങ് ആണെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഏതായിരിക്കും? തേർഡ് ഓപ്ഷൻ ആണോ? ആഡ് ഹോമിൻ ആണോ? ആഡ് ഹോമിനം ഡൗട്ട് വരും. കാരണം ഒരു വ്യക്തിക്കെതിരെ പറയുന്ന ആർഗ്യുമെന്റ്സുകളെ നമ്മൾ ആഡ് ഹോമിനം ഫാലസീൻ്റെ അണ്ടറിലാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതിൻ്റെ കൂടെ ഒരു വേർഡും കൂടെ ഉണ്ട്. ദിസ് മാൻ ഈസ് റോങ് ബിക്കോസ് ഹീ ഈസ് ഏഷ്യൻ. ഏഷ്യൻ ആയതുകൊണ്ട് ആള് റോങ് ആണ്. അതായത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഏഷ്യക്കാരെ മൊത്തത്തിൽ അങ്ങോട്ട് ആ ജെനറ്റിക്സിനെ മൊത്തത്തിലാണ് ഇവിടെ റോങ് ആണെന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ വരുന്നത് ജെനറ്റിക് ഫോളസിയാണ്. ആഡ് ഹോമിനം ഡൗട്ട് വരാം. ദിസ് മാൻ ഈസ് റോങ്, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആഡ് ഹോമിനം എന്ന് പറയുന്നു. ഇവിടെ ഏഷ്യൻ ആയതുകൊണ്ട് ഏഷ്യക്കാരെല്ലാവരും റോങ് ആണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ, ആ ഒരു കംപ്ലീറ്റ് ജെനറ്റിക്സിനെ പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ വരുന്നത് ജെനറ്റിക് ഫോളസിയാണ്. ദെൻ ഇതിൽ നമ്മൾ പറയാത്തൊരു ഫാലസിയാണ് അബ്യൂസീവ് ആഡ് ഹോമിനം എന്നുള്ളത്. അതായത് ഇത് ആഡ് ഹോമിനം തന്നെയാണ്. അതിൽ നമ്മൾ പറയുന്ന ആ ഒരു ആർഗ്യുമെൻറ്റ് വളരെ വൾഗറായിട്ടുള്ള, വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ട് ആളെ വ്യക്തിഹത്യ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ അബ്യൂസീവ് ആഡ് ഹോമിനം ഫാലസി എന്ന് പറയണത്. ഇത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഒരു Okay, next one. A commercial comes to the TV asking for money to help remove animals from abusive homes and shows a slides of cute kitten and puppies. Appeal to pity, ad hominem, hasty generalization, appeal to authority. അതായത് ടി വിയിൽ ഒരു ആഡ് കാണുകയാണ്, മണി ഹെൽപ്പ് എന്തിനു വേണ്ടിയിട്ട്, ആനിമൽസിനെ അബ്യൂസീവ് ആയിട്ടുള്ള ഹോംസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിൻ്റെ കൂടെ ക്യൂട്ട് കിറ്റൻ, പപ്പീസിൻ്റെയും ക്യൂട്ട് കിറ്റൻസിൻ്റെ ഒക്കെ സ്ലൈഡ്സ് കാണിച്ച് നമ്മളിതൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേതായിരിക്കും? അപ്പീൽ ടു പിറ്റി ആണോ, ആഡ് ഹോമിനം ആണോ, ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ, അപ്പീൽ ടു അതോറിറ്റി ആണോ? അപ്പീൽ ടു പിറ്റി. അപ്പീൽ ടു പിറ്റി ആണ് കറക്റ്റ് ആൻസർ. ഇതിൽ ഡൗട്ട് വരാം. ആഡ് ആയതുകൊണ്ട് കൊമേഴ്ഷ്യൽ കാണിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ അപ്പീൽ ടു അതോറിറ്റീൻ്റെ കാറ്റഗറിയിലാണ് വരിക. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ആ ഒരു ക്യൂട്ട് കിറ്റൻ്റെയും പപ്പീസിനെയും ഒക്കെ കാട്ടിയിട്ട് നമ്മുടെ ഒരു ഇമോഷനെയാണ് അതിനുണർത്തിയിട്ടാണുള്ളത്. സോ ഇവിടെ വരുന്നത് അപ്പീൽ ടു പിറ്റി ആണ്. ദെൻ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഈസ് indispensable to economic progress because economic progress can only be achieved by means of political stability. Which informal fallacy is committed in the above statement? Slippery slope ആണോ, റെഡ് ഹെറിംഗ് ആണോ, ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ, ബെക്കിംഗ് ദ ക്വസ്റ്റ്യൻ ആണോ? പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിനെയും എക്കണോമിക് പ്രോഗ്രസ്സിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണ്? എക്കണോമിക് പ്രോഗ്രസ് നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയോടുകൂടെ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഏത് പോളിസിയാണിത്? ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ? ഇതിൽ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെയല്ല തിരിച്ചു വന്നിട്ടുള്ളത്. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും എക്കണോമിക് പ്രോഗ്രസ്സും ഇൻഡിസ്പെൻസിബിൾ ആണ്. എന്തുകൊണ്ടാണ്? എക്കണോമിക് പ്രോഗ്രസ് നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാവണം. അതിനൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നല്ലോ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ അത് കൺക്ലൂഡ് ചെയ്തിട്ടല്ലോ. അങ്ങനെ ഒരു ഫാലസി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഹോംവർക്കിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ വെച്ച് പഠിച്ചിട്ടില്ലേ? ഓക്കെ, ബെഗിങ് ദ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സർക്കുലർ ആർഗ്യുമെൻ്റ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്.
ദെൻ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. നമ്മളിനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് യൂസസ് ഓഫ് ലാംഗ്വേജ് ആണ്. അതായത് ലാംഗ്വേജ് ഏതൊക്കെ രീതിയിൽ എന്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ലാംഗ്വേജ് യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഫോർമേറ്റീവ്. ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല. പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് ഇനി ഉണ്ടാവില്ല നമുക്ക് തീർത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മളെ സിലബസിലുള്ള ഒരു ഏരിയ ആണ്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ലാംഗ്വേജിൻ്റെ ഫസ്റ്റ് യൂസ് ആണ് ഇൻഫോർമേറ്റീവ്. ഇൻഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഒരു ഇൻഫർമേഷനെ മറ്റൊരാൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഗിവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു ഇൻഫർമേഷൻ നമുക്ക് മറ്റൊരാളിൽ നിന്ന് റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജിൻ്റെ ഹെൽപ്പ് വേണം. ദെൻ നെക്സ്റ്റ് വൺ ആണ് എക്സ്പ്രസീവ്. എക്സ്പ്രസീവ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എക്സ്പ്രസസ് ആൻഡ് ഇവോക്ക് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ബിലീഫ്സ്. അതായത് എൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. സോ അവിടെ നമുക്ക് ലാംഗ്വേജിൻ്റെ യൂസ് വേണം. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡയറക്റ്റീവ്. Directive language is used to establish and maintain social order, laws, rules and social policies. അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള സോഷ്യൽ ഓർഡേഴ്സ്, അതായത് ഒരു വ്യക്തിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലാംഗ്വേജിൻ്റെ യൂസ് വേണം. അതായത് നമ്മുടെ ലോസ്, നമ്മുടെ റൂൾസ്, നമ്മുടെ സോഷ്യൽ പോളിസീസ് ഒക്കെ മറ്റൊരാൾക്ക് ഡയറക്റ്റ് ചെയ്ത് മറ്റൊരാൾക്ക് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലാംഗ്വേജിൻ്റെ യൂസ് വേണം. ദെൻ നെക്സ്റ്റ് വൺ ആണ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലാംഗ്വേജ് വഴിയാണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു യൂസാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ടു ഇവാലുവേറ്റ് ആൻഡ് എക്സ്പ്രസ് അവർ ജഡ്ജ്മെൻറ്റ്. അതായത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് മറ്റൊരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മളുടെ ഒരു ജഡ്ജ്മെൻറ്റിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ലാംഗ്വേജിൻ്റെ യൂസ് ആവശ്യമാണ്. ദെൻ ഓൾസോ യൂസസ് കൺഗ്രാജുലേറ്റ്, അപ്പോളജൈസ്, മേക്ക് പ്രോമിസ് ആൻഡ് അഫേം ആക്ഷൻ. ഇപ്പോൾ നമ്മൾക്ക് മറ്റൊരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിന് അപ്പോളജൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രോമിസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ആക്ഷൻ അഫേം ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ലാംഗ്വേജിൻ്റെ യൂസോടുകൂടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ലാംഗ്വേജിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇൻഫർമേഷനെ ഗിവ് ചെയ്യാൻ, റിസീവ് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ഐഡിയാസിനെയും തോട്ട്സിനെയും ഫീലിങ്സിനെയും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇവാലുവേറ്റ് ആൻഡ് എക്സ്പ്രസ് അവർ ജഡ്ജ്മെൻറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ മറ്റൊരാളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ, അപ്പോളജൈസ് ചെയ്യാൻ, പ്രോമിസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ലാംഗ്വേജിൻ്റെ യൂസ് ഉണ്ട് എന്നാണ് പറയുന്നത്. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഡിനോട്ട്സ് ഡയറക്റ്റീവ് യൂസ് ഓഫ് എ ലാംഗ്വേജ്? അതായത് ഒരു ലാംഗ്വേജിൻ്റെ ഡയറക്റ്റീവ് യൂസ് ഡിനോട്ട് ചെയ്യുന്ന ഏത് ഓപ്ഷനാണ് താഴെ ഉള്ളത്? ഐ ആം ഗോയിങ് ടു മാർക്കറ്റ് ടുഡേ, ഈറ്റ് യുവർ ഫുഡ്, ദിസ് ഫ്ലവർ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ, നൺ ഓഫ് ദീസ്. അതായത് ഈ ആർഗ്യുമെൻറ്റുകളിൽ ഏതാണ് നിങ്ങൾക്കൊരു ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്നത്? മറ്റൊരാളെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നുന്നത് ഐ ആം ഗോയിങ് ടു മാർക്കറ്റ് ടുഡേ ആണോ, ഈറ്റ് യുവർ ഫുഡ് ആണോ, ദിസ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ ആണോ? അല്ല, ഒന്നും തോന്നുന്നില്ലേ? ഈറ്റ് യുവർ ഫുഡാണ് കറക്റ്റ് ആൻസർ. അത് നമ്മൾ ഒരാളെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. നീ നിൻ്റെ ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മൾ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതാണ്. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിനോട്ടേഷൻ ആൻഡ് കൊണോട്ടേഷൻ ആണ്. നമ്മുടെ പ്രപ്പോസിഷൻസിൻ്റെ ടേംസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഈ ഒരു കൊണോട്ടേഷൻ ആൻഡ് ഡിനോട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഡിനോട്ടേഷൻ നോക്കാം. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വേർഡ് ഡിക്ഷണറിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിക്ഷണറി നമുക്ക് തരുന്ന ഒരു മീനിങ് ഉണ്ടാവും ആ ഒരു വേർഡിന്. അതിനെയാണ് നമ്മൾ ഡിനോട്ടേഷൻ എന്ന് പറയാം. ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഡിനോട്ടേഷൻ മീൻസ് ഡയറക്റ്റ് മീനിങ്, ഡിനോട്ടേഷൻ മീൻസ് ഡയറക്റ്റ് മീനിങ്. ഒരു വേർഡിനെ നമ്മൾ ഡിക്ഷണറിയിൽ നോക്കുന്ന സമയത്ത് ഡിക്ഷണറി നമുക്ക് തരുന്ന ആക്ച്വൽ മീനിങ്, ആ ഒരു ഡയറക്റ്റ് മീനിങ്ങിനാണ് നമ്മൾ ഡിനോട്ടേഷൻ എന്ന് പറയുക. ദെൻ കൊനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡറി മീനിങ് കൂടെ ഉണ്ടാകും. അതിപ്പോൾ നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റുമായിട്ട്, നമ്മുടെ പേഴ്സണൽ അസോസിയേഷനും ഒക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സെക്കൻഡറി മീനിങ് കൂടെ നമ്മുടെ ആ ഒരു വേർഡിനുണ്ടാകും. അതിനെയാണ് നമ്മൾ കൊനോട്ടേഷൻ എന്ന് പറയുക. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് മീനിങ് ആണെന്നുണ്ടെങ്കിൽ, കൊനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് മീനിങ് അല്ലെങ്കിൽ സെക്കൻഡറി മീനിങ്. നമ്മളിൽ പലരും ഹോം ആൻഡ് ഹൗസ് എന്ന് പറയുന്നത് ഒരേ വേർഡ് അല്ലെങ്കിൽ ഒരേ മീനിങ് ഉള്ള വേർഡായിട്ടാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുക. പക്ഷെ ആക്ച്വലി
ഹൗസ് എന്ന് പറയണത് നമ്മൾ ജീവിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ പറയുന്നതാണ് ഹൗസ്. പക്ഷേ ഹോം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ളിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഒക്കെ ഉള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മൾ ഹോം എന്ന് പറയാം. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ മാത്രമല്ല എൻ്റെ ഹോം എന്ന് പറയും. ഇപ്പം നമ്മളൊരു ഹോസ്റ്റലിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ നമുക്കൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, നമ്മൾ അവരുമായിട്ട് നമ്മുടെ വീട്ടിൽ എത്രത്തോളം കണക്റ്റഡ് ആണോ അത്രത്തോളം കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും അതിൻ്റെ ഹോമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചില റീൽസിലൊക്കെ കാണുന്നുണ്ട് ഹോം പീപ്പിൾ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്യാപ്ഷനുകളൊക്കെ. അപ്പോൾ ഹൗസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ആ ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ഹോം എന്ന് പറയുമ്പോൾ ആ ഒരു ഹൗസ് എന്നുള്ള മീനിങ് ഉള്ളതുപോലെ തന്നെ അതിനൊരു സെക്കൻഡറി ആയിട്ടുള്ള മീനിങ് ഉണ്ട്. നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, അതാണ് ഈ കൊനോട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിനുള്ള ആ ഒരു വേർഡിനുള്ള ഡയറക്റ്റ് മീനിങ് ആണ്. കൊനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സെക്കൻഡറി മീനിങ്. ക്ലിയർ ആണോ ഈ ഒരു ഡിനോട്ടേഷൻ ആൻഡ് കൊനോട്ടേഷൻ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഫാലസി അത്രയും ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. So, which fallacy is committed in the following argument? When I called you, you were neither in your class nor in the laboratory. Why are you avoiding me? ഞാൻ നിന്നെ വിളിച്ചിരുന്നു, നിന്നെ ക്ലാസ്സിലും കണ്ടില്ല ലബോറട്ടറിയിലും കണ്ടില്ല, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണത്? അത് സർക്കുലർ ആർഗ്യുമെൻ്റ് ആണോ, റെഡ് ഹെറിംഗ് ആണോ, കോംപ്ലെക്സ് ക്വസ്റ്റ്യൻ ആണോ, സ്ലിപ്പറി സ്ലോപ്പ് ആണോ? ഏതായിരിക്കും? നമ്മൾ ഒരാളടുത്ത് എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണേന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ സെന്റിമെന്റ്സ് വെച്ചിട്ടല്ലേ കളിക്കണേ? ഓപ്ഷൻ സെക്കൻഡ്. റെഡ് ഹെറിംഗ് ആണ്. ഇവിടെ ആളുടെ ഒരു സെന്റിമെന്റ്സ് ആണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ നിന്നെ വിളിച്ചു, നിന്നെ ക്ലാസ്സിലും കണ്ടില്ല, നിന്നെ ലബോറട്ടറിയിലും കണ്ടില്ല, എന്തിനാണ് നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണത്? സോ ഇവിടെ വരുന്നത് റെഡ് ഹെറിംഗ് വരുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക അവിടെ എന്തെങ്കിലും ഒരു സെന്റിമെന്റ്സ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് റെഡ് ഹെറിംഗ് ആണ്. ഇതിൽ കോംപ്ലെക്സ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യത്തിനെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു കാര്യത്തിന് ആ സിമ്പിളായിട്ട് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ വളഞ്ഞു മൂക്ക് പിടിക്കുന്ന ആൾക്കാരുണ്ട്. സിമ്പിളായിട്ടുള്ള കാര്യത്തിനെ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അതിനെയാണ് നമ്മൾ കോംപ്ലെക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഫാലസീസിൻ്റെ അണ്ടറിൽ പറയുന്നത്. So, given below are two statements. One is labeled assertion and other is labeled as reason. Assertion: a valid deductive argument with all true premises will lead to a true conclusion. Reason: in a valid deductive argument, the conclusion follows from the premises with absolute necessity. In the light of the above statement, choose the correct answer from options given below. Both A and B are true. R is the correct explanation of A. Both A and B are true. R is not the correct explanation of A. A is true but R is false. A is false but R is true. ഇതിലെന്താ, നമ്മുടെ ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് പഠിച്ച സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൗണ്ട്നെസ്. അതായത് വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റിൻ്റെ പ്രിമൈസസ് നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. Both statements are true. പിന്നെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? സ്റ്റേറ്റ്മെന്റ് രണ്ടും ട്രൂ ആണ്. റീസൺ അസേർഷൻ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണോ? ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ 1 അല്ലേ? ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ സൗണ്ട് ആർഗ്യുമെന്റ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ രണ്ട് പ്രിമൈസസും ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും എന്നുള്ളത്. അതിനെയാണ് നമ്മൾ സൗണ്ട് ആർഗ്യുമെന്റ് എന്ന് വിളിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ പ്രിമൈസസ് ആ ഒരു കൺക്ലൂഷനെ ഫോളോ ചെയ്ത് വരുന്ന ആബ്സല്യൂട്ട് നെസസിറ്റിയോട് കൂടി ആ ഒരു കൺക്ലൂഷനെ ഫോളോ ചെയ്ത് വരികയാണ്, പ്രിമൈസസിനെ ഫോളോ ചെയ്തിട്ടാണ് കൺക്ലൂഷൻ വരുന്നത് എന്നുണ്ടെങ്കിൽ ആ രണ്ട് പ്രിമൈസസും ട്രൂ ആവുന്നതോടൊപ്പം നമ്മുടെ കൺക്ലൂഷനും ട്രൂ ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ സൗണ്ട് ആർഗ്യുമെന്റ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. ബോത്ത് എ ആൻഡ് ബി ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ.
Then in this hospital, some nurses don't wear white dress. Some doctors have private practice and medicines prescribed are of high cost. Therefore, treatment in this hospital is of poor quality. What fallacy does this argument make? Fallacy of composition, fallacy of slope, fallacy of accident, fallacy of slippery slope, fallacy of accident, fallacy of division. ഏതായിരിക്കും? Fallacy of composition. കോമ്പോസിഷൻ ആണോ? അങ്ങനെ തോന്നി. വേറെ ഓപ്ഷൻ ആരെങ്കിലും പറയുന്നുണ്ടോ? സ്ലിപ്പറി സ്ലോപ്പ് ആണ് ഇതിൽ വരുന്നത്. അതായത് അതിനെ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് പറയാ ചെയ്യുന്നത്. കോമ്പോസിഷൻ പറഞ്ഞതിൻ്റെ ഇതെനിക്ക് മനസ്സിലായി. നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് പറയുന്നത്. ദെൻ അതിനെ എക്സാജറേറ്റ് ചെയ്തിട്ട് ആ ഒരു ട്രീറ്റ്മെൻറ്റ്, ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് പുവർ ക്വാളിറ്റി ആയിരിക്കും കൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് സ്ലിപ്പറി സ്ലോപ്പാണ്. ഫാലസി ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷനിൽ ഓരോ പാർട്ടായിട്ടാണ് പറയണത് എന്നുണ്ടെങ്കിൽ ഇതിൽ അതിനെ മൊത്തത്തിൽ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക ഈ ഒരു ഫാലസി ഓഫ് ഡിവിഷനിൽ. So next question, men and women may have different reproductive strategies, but neither can be considered inferior or superior to the other. Any more than bird's wings can be considered superior or inferior to a fish wing. What type of argument it is? Biological ആണോ, psychological ആണോ, analogical ആണോ, hypothetical ആണോ? മെന്നിൻ്റെയും വുമണിൻ്റെയും റീപ്രൊഡക്റ്റീവ് സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഒന്ന് മറ്റൊന്നിന് സുപ്പീരിയർ ആണ് അല്ലെങ്കിൽ ഇൻഫീരിയർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഏതുപോലെ? ബേർഡ്സിൻ്റെ വിങ്സും ഫിഷിൻ്റെ ഫിൻസും പോലെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. സോ ഏതാണ്? ഓപ്ഷൻ 3 അനലോജിക്കൽ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. കാരണം രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് കാര്യങ്ങളെ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ കാര്യങ്ങളെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം ആർഗ്യുമെൻറ്റുകളെ നമ്മൾ അനലോജിക്കൽ ആർഗ്യുമെൻ്റ് എന്നാണ് പറയുക. So, which fallacy is committed in the following statement? People with cases of flu should be kept in quarantine because it has never been disapproved as the best means of keeping the disease from spreading. Appeal to ignorance ആണോ, slippery slope ആണോ, fallacy of composition ആണോ, false cause ആണോ? അങ്ങനെ അല്ലാന്ന് ആരും ഡിസപ്രൂവ് ചെയ്തിട്ടില്ല. സോ അതിനങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പീൽ ടു ഇഗ്നോറൻസ്. Appeal to ignorance തന്നെയാണ് കറക്റ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, superiority of intellect depends upon its power of concentration on one theme in the same way as a concave mirror collects all the rays that strikes upon into one point. അതായത് കോൺകേവ് മിറർ എല്ലാ റേസിനെയും ഒരു പോയിന്റിൽ കളക്ട് ചെയ്യുന്ന പോലെ തന്നെ സുപ്പീരിയോറിറ്റി ഓഫ് ഇൻ്റലക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പവർ ഓഫ് കോൺസെൻട്രേഷനെയാണ്. അതായത് ഒന്നിനെ മറ്റൊന്നുമായിട്ട് ഇവിടെയും കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ മാത്തമാറ്റിക്കൽ ആണോ, സൈക്കോളജിക്കൽ ആണോ, അനലോജിക്കൽ ആണോ, ഡിറ്റക്റ്റീവ് ആണോ? അനലോജിക്കൽ ആണ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെർട്ടെയിൻസ് ഓഫ് ഫാലസി ഓഫ് ആംബിഗ്വിറ്റി? ഫാലസി ഓഫ് ആംബിഗ്വിറ്റീൻ്റെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വിവൊക്കേഷൻ ആണോ, സ്ട്രോമാൻ ആണോ, ഹാസ്റ്റി ജനറലൈസേഷൻ ആണോ, റെഡ് ഹെറിംഗ് ആണോ? സെക്കൻഡ് അല്ലേ, സ്ട്രോമാൻ ആണ്. ഫാലസി ഓഫ് ആംബിഗ്വിറ്റിയോ ഡ്യുവൽ മീനിങ് വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇക്വിവൊക്കേഷൻ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. നമ്മൾ ഫാലസി കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ലോജിക്ക് പഠിച്ച സമയത്ത് അവിടെ ബാലൻസ് വെച്ചിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ വെസ്റ്റേൺ ലോജിക്കിലുള്ളതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ലോജിക്കിലും ഫാലസീസ് പഠിക്കാനുണ്ട്. സോ നമ്മൾ അന്നത്തെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെസ്റ്റേൺ ലോജിക്കിലെ ഫാലസീസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യണോ ഇനി? കൺഫ്യൂഷൻസ് ഉണ്ടാകും. PYQs ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ അത് അത്രയും ക്ലിയർ ആവുള്ളൂ. സോ എന്താണോ നമ്മുടെ ക്വസ്റ്റ്യനുള്ള മീനിങ് അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ആൻസർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യല്ലേ?
സ്ക്രീൻ വിസിബിൾ ഓക്കെ. അല്ലേ? വിസിബിൾ ആണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ലോജിക്കിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രമാണാസ് എന്താണെന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് മീൻസ് ഓഫ് പ്രമാണാസിനെ പറ്റിയിട്ട് പറഞ്ഞു. ദെൻ അനുമാനയാണ് അതിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രമാണ. ദെൻ അനുമാനയുടെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 5 പ്രപ്പോസിഷൻസ് വെച്ചിട്ട് നമ്മൾ ഇന്ത്യൻ വെസ്റ്റേൺ ലോജിക്കിലെ സിലോജിസം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിലും ഇന്ത്യൻ ലോജിക്കിലും നമ്മൾ സിലോജിസത്തിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക, അവിടെ വെസ്റ്റേൺ ലോജിക്കിൽ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് സിലോജിസത്തിൽ 3 ടേം ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 പ്രിമൈസസും ഒരു കൺക്ലൂഷനും, അങ്ങനെ ടോട്ടൽ 3 പ്രപ്പോസിഷൻസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഫാലസി, ഈ ഒരു ഇന്ത്യൻ ലോജിക്കിലെ ഫാലസീസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ന്യായ സിലോജിസ് എന്നാണ് പറയുക. അവിടെ ന്യായ സിലോജിസത്തിൽ നമുക്ക് ടോട്ടൽ 5 പ്രപ്പോസിഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് ഞാൻ ഇതിൽ സ്ലൈഡ്സിൽ കൊടുത്തിട്ടില്ല, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ന്യായ സിലോജിസത്തിൽ 5 പ്രപ്പോസിഷൻസ് ഉണ്ടാവും. അതിൽ 4 പ്രിമൈസസും ഒരു കൺക്ലൂഷനും ഉണ്ടാവും. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മളൊരു പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, അങ്ങനെ ഒരു 5 പ്രപ്പോസിഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 4 പ്രിമൈസസും അങ്ങനെ ഒരു കൺക്ലൂഷനും അടങ്ങുന്ന 5 പ്രപ്പോസിഷൻസ് ആണ് നമ്മുടെ ഈ ഒരു ന്യായ സിലോജിസത്തിൽ ഉണ്ടാവുക. ഇത് ലാസ്റ്റ് നമ്മുടെ ഒരു OMR എക്സാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ എക്സാമിന് മുന്നേ ഒരു OMR എക്സാം വെച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ദെൻ CBT മോഡിൽ തന്നെ ഒരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു, റീ എക്സാം. അപ്പോൾ ആ ഒരു OMR എക്സാമിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ന്യായ സിലോജിസത്തിൽ ടോട്ടൽ എത്ര പ്രപ്പോസിഷൻസ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. 5 പ്രപ്പോസിഷൻസ് ആണ് ഉണ്ടാവുക. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. വെസ്റ്റേൺ ലോജിക്കിലാണെന്നുണ്ടെങ്കിൽ 3 പ്രപ്പോസിഷൻസ്, അതായത് 2 പ്രപ്പോസിഷൻസ്, 2 പ്രിമൈസസും ഒരു കൺക്ലൂഷനും ഉണ്ടാകും. ന്യായ സിലോജിസത്തിൻ്റെ കേസിൽ 4 പ്രിമൈസസും ഒരു കൺക്ലൂഷനുമാണ് ഉണ്ടാവുക. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മേജർ ടേം, മിഡിൽ ടേം, മൈനർ ടേം അങ്ങനെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെസ്റ്റേൺ ലോജിക്കിലെ മേജർ ടേം, മൈനർ ടേം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ മേജർ ടേമും മൈനർ ടേമും നമ്മുടെ കൺക്ലൂഷനിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അതിൻ്റെ ബേസിൽ തന്നെയാണ് ഈ ഒരു ന്യായ സിലോജിസത്തിലും മേജർ ടേമും മൈനർ ടേമും ഒക്കെ നമ്മൾ കണ്ടെത്തുക. പക്ഷെ മിഡിൽ ടേമിൻ്റെ കേസിൽ നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ സിലോജിസത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മിഡിൽ ടേം 2 പ്രിമൈസസിലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ മിഡിൽ ടേം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ന്യായ സിലോജിസം നമ്മൾ മിഡിൽ ടേം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റീസണെയാണ്, അതായത് ആ ഒരു ഹേതുവിനെയാണ്. നമ്മൾ ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പറയുന്നേ ഉള്ളൂ. ഈ ഒരു ന്യായ സിലോജിസത്തിൻ്റെ കേസിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ്, എന്ത് റീസൺ കാരണമാണ്, എന്ത് ഹേതു കാരണമാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെൻ്റ് പറയുന്നത്, ആ ഒരു ആർഗ്യുമെൻ്റ് പറയാനിടയായിട്ടുള്ള ആ ഒരു കാരണത്തിനെയാണ് നമ്മൾ ഇവിടുത്തെ മിഡിൽ ടേം, അല്ലെങ്കിൽ മിഡിൽ ടേമിനെ നമ്മൾ ന്യായ സിലോജിസത്തിൽ ഹേതു അല്ലെങ്കിൽ ലിംഗ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ മിഡിൽ ടേം. മേജർ ആൻഡ് മൈനർ ടേം എന്ന് പറയുന്നത് നമ്മുടെ കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റ് ആണ് നമ്മുടെ മേജർ ടേം. ദെൻ കൺക്ലൂഷൻ്റെ സബ്ജക്റ്റ് ആണ് നമ്മുടെ മൈനർ ടേം. ഇവിടെ നമ്മൾ ആ ഒരു 5 പ്രപ്പോസിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. ഓർക്കുന്നുണ്ടോ, നമ്മൾ ഹില്ലിൻ്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നോ? ഓർമ്മയുണ്ട്. The hill is on fire because there is smoke. Wherever there is a smoke, there is a fire. Like in kitchen, there is a smoke on the hill. Therefore, hill is on fire. അപ്പോൾ ഇതിൽ നമ്മുടെ കൺക്ലൂഷൻ ആയിട്ട് വരുന്നത് the hill, therefore this hill has fire എന്നുള്ളതാണ്. സോ അതിൽ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹില്ലാണ്, ഫയർ, അതിൻ്റെ ആ ഒരു കൺക്ലൂഷൻ്റെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഫയറുമാണ്. സോ ഇവിടുത്തെ മേജർ ടേം എന്ന് പറയുന്നത് ഫയറാണ്.
ദെൻ മൈനർ ടേം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ദെൻ മിഡിൽ ടേം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഫയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ പറയാനിടയായിട്ടുള്ള സാഹചര്യം എന്താണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. സോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആ ഒരു ഹില്ലിൽ സ്മോക്ക് കണ്ടതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫയർ ഉണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുള്ളത്. സോ അതിനാണ് നമ്മൾ എന്തെന്ന് പറയണത്, മിഡിൽ ടേം എന്ന് പറയാം. സോ നമ്മൾ വെസ്റ്റേൺ ലോജിക്കിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ്സിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറേഴ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്സിനെ ഫാലസീസ് എന്ന് വിളിച്ചതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻഫറൻസിൽ ഉണ്ടാകുന്ന ഫാലസീസിനെ തന്നെയാണ് നമ്മൾ ഈ ഇന്ത്യൻ ലോജിക്കിൻ്റെ കേസിലും ഫാലസി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഫാലസി എന്നല്ല പറയുക, ഹെറ്റോബാസാസ് എന്നാണ് പറയുക. അവിടുത്തെ ഫാലസിയാണ് ഇവിടുത്തെ ഹെറ്റോബാസാസ്. രണ്ട് രീതിയിലും ചോദ്യം വരാം. ചിലപ്പോൾ ഫാലസി ഓഫ് ഇൻഫറൻസ് എന്നും പറഞ്ഞിട്ടും വരാം, അല്ലെങ്കിൽ ഹെറ്റോബാസാസ് എന്നും പറഞ്ഞിട്ട് വരാം. അതായത് നമ്മുടെ മിഡിൽ ടേം ഒരു റീസൺ ആയിരിക്കും, പക്ഷെ നമ്മൾ എടുക്കുന്ന ആ ഒരു മിഡിൽ ടേം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ആയിരിക്കില്ല. അങ്ങനെയാണ് നമുക്ക് ഇന്ത്യൻ ലോജിക്കിൻ്റെ കേസിൽ നമുക്ക് എറേഴ്സ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമുക്ക് നമ്മുടെ മിഡിൽ ടേമിന് കുറച്ചധികം ക്യാരക്ടറിസ്റ്റിക്സുകൾ പറയുന്നുണ്ട്. അതും ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഒരു 5 ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ നമ്മുടെ മിഡിൽ ടേമിന് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇറ്റ് മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ദ മൈനർ ടേം. ഏതാണ് നമ്മുടെ മൈനർ ടേം എന്ന് പറയുന്നത്? നമ്മുടെ സബ്ജക്റ്റ്, അതായത് നമ്മുടെ ഹില്ലിനെയാണ് നമ്മൾ മൈനർ ടേം ആയിട്ട് പറയുന്നത്. അപ്പോൾ മിഡിൽ ടേമിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മൈനർ ടേമിൽ നമ്മുടെ മിഡിൽ ടേം, അതായത് ഹില്ലിൽ നമ്മുടെ സ്മോക്ക് പ്രസൻ്റ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഡിൽ ടേം ആയിട്ട് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ പക്ഷധർമ്മത എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ മൈനർ ടേമിൽ, അതായത് നമ്മുടെ ഹില്ലിൽ, ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസിൽ നമ്മുടെ ഹില്ലിൽ നമ്മുടെ മിഡിൽ ടേം പ്രസൻ്റ് ആയിരിക്കണം. അതിനെയാണ് നമ്മൾ പക്ഷധർമ്മത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മിഡിൽ ടേം മൈനർ ടേമിൽ പ്രസൻ്റ് ആയിരിക്കണം. ദെൻ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇറ്റ് മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ഓൾ പോസിറ്റീവ് ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് ദ മേജർ ടേം ഈസ് പ്രസൻറ്റ്. അതിനെയാണ് നമ്മൾ സപക്ഷസത്വ എന്ന് പറയുന്നത്. അതായത് എവിടെയൊക്കെ ഫയർ ഉണ്ടോ അവിടെയൊക്കെ സ്മോക്കും ഉണ്ടായിരിക്കണം. നമ്മുടെ മൈനർ ടേം എവിടെയൊക്കെ ഉണ്ടോ നമ്മുടെ മേജർ ടേം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ മിഡിൽ ടേം ഉണ്ടായിരിക്കണം. അതായത് എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ ഫയർ ഉണ്ടോ അവിടെ സ്മോക്ക് ഉണ്ടായിരിക്കണം, എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടോ അവിടെ ഫയറും ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഡിൽ ടേം ആയിട്ട് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇറ്റ് മസ്റ്റ് ബി ആബ്സെൻറ്റ് ഇൻ ഓൾ നെഗറ്റീവ് ഇൻസ്റ്റൻസസ് ഇൻ വിച്ച് ദ മേജർ ടേം ഈസ് ആബ്സെൻറ്റ്. അതായത് നമ്മുടെ മേജർ ടേം ആയിട്ടുള്ള ഫയർ ആബ്സെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൊന്നും നമ്മുടെ മിഡിൽ ടേം ആയിട്ടുള്ള സ്മോക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. ഫസ്റ്റത്തേത് എന്താ, നമ്മുടെ മൈനർ ടേം, അതായത് ഹില്ലിൽ നമ്മുടെ സ്മോക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഫയർ എവിടെ ഉണ്ടോ അവിടെയൊക്കെ സ്മോക്കും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫയർ എവിടെയൊക്കെ ഇല്ല അവിടെ ഒന്നും നമ്മുടെ സ്മോക്കും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ദെൻ നാലാമത്തേതാണ് ഇറ്റ് മസ്റ്റ് ബി നോൺ ഇൻകോമ്പാറ്റബിൾ വിത്ത് മൈനർ ടേം. അബാധിത എന്നാണ് അതിനെ പറയുക. അതായത് സ്മോക്കും ഹില്ലും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അതായത് ഏബിൾ ടു എക്സിസ്റ്റ് ആയിരിക്കണം. ഇപ്പം നമുക്കറിയാം ഒരു സ്ഥലത്ത് ഫയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പുക ഉണ്ടാവും, അവിടെ സ്മോക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. അവ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പം എവിടെ തീയുണ്ടോ അവിടെ നമ്മൾ പുക ചെറിയ രീതിയിലെങ്കിലും നമ്മൾ സ്മോക്ക് കാണുന്നതാണ്. സോ അത് തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്നാണ് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. ദെൻ അഞ്ചാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇറ്റ് മസ്റ്റ് ബി ക്വാളിഫൈഡ് ബൈ ദ ആബ്സെൻസ് ഓഫ് കൗണ്ടറിങ് റീസൺസ് വിച്ച് ലീഡ് ടു ദ കോൺട്രഡിക്ടറി കൺക്ലൂഷൻ. അവിരുദ്ധ എന്നാണ് ഇതിനെ പറയുക. ഇത് നമ്മൾ ഫാലസി പഠിക്കുമ്പോൾ ഹെറ്റോബാസാസ് പഠിക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതായത് ഇപ്പം നമ്മളൊരു ഹില്ലിൽ ചിലപ്പോൾ നമ്മൾ സ്മോക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അതൊരു മിസ്റ്റ് ആയിരിക്കാം, നമ്മുടെ കൺക്ലൂഷനിൽ വരുന്ന ഒരു ഫാലസി ആയിരിക്കാം, അത് മിസ്റ്റ് ആയിരിക്കാം, അത് ഫയർ ആവണമെന്ന് നിർബന്ധമില്ല. സോ അതാണ് നമ്മൾ ഈ ഒരു അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, മിഡിൽ ടേമിന്
5 ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, ഹില്ലിൽ നമ്മുടെ മിഡിൽ ടേം, ഹില്ലിൽ നമ്മുടെ സ്മോക്ക് പ്രസൻ്റ് ആയിരിക്കണം. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എവിടെയൊക്കെ ഫയർ ഉണ്ടോ, എവിടെയൊക്കെ നമ്മുടെ മേജർ ടേം ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ മിഡിൽ ടേം ആയിട്ടുള്ള സ്മോക്കും ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഫയർ ഇല്ലാത്തൊരു കേസിൽ അതായത് നമ്മുടെ മേജർ ടേം ഇല്ലാത്തൊരു കേസിൽ നമ്മുടെ മിഡിൽ ടേം ആയിട്ടുള്ള ഫയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. ദെൻ നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് തമ്മിലൊരു എക്സിസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം നമ്മുടെ മേജർ ടേമും അല്ലെങ്കിൽ നമ്മുടെ മൈനർ ടേമും നമ്മുടെ മിഡിൽ ടേമും തമ്മിൽ. ദെൻ വേറെ ഒരു മിഡിൽ ടേം വെച്ചിട്ട് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മേ ബി നമ്മൾ കാണുന്നത് ഒരു മിസ്റ്റ് ആയിരിക്കാം. സോ അങ്ങനെ വേറെ ഒരു നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് മറ്റൊരു മിഡിൽ ടേമിനെ വെച്ചിട്ട് നമുക്ക് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിഡിൽ ടേം ആയിരിക്കരുത്. നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കണം. സോ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഫോളോ ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഫോലസീസ് അല്ലെങ്കിൽ ഹെറ്റോബാസാസ് സംഭവിക്കുന്നത്. അപ്പോൾ 5 കൈൻഡ്സ് ഓഫ് ഫാലസീസ് ആണ് നമുക്ക് ന്യായ സിലോജിസം അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയുടെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതാണ് അസിത, സവ്യഭിചാര, സത്പ്രതിപക്ഷ, ബാധിത, വിരുദ്ധ. പേര് കേട്ടിട്ട് പേടിക്കണ്ട, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദെൻ ഫസ്റ്റ് വൺ ആണ് അസിത എന്ന് പറയുന്നത്. അസിത നമ്മളിപ്പോൾ ഓരോ ഫാലസീസ് പഠിക്കുന്ന സമയത്തും അതിലൊരു കീ ടേം ഉണ്ടായിരിക്കും. ഇപ്പം അസിതേൻ്റെ കേസിൽ അൺപ്രൂവ്ഡ് മിഡിൽ ആണ്. ഇറ്റ് ഈസ് റെഫേർഡ് ടു എസ് എ ഫാലസി ഓഫ് ദ അൺപ്രൂവ്ഡ് മിഡിൽ. ഇത് ഡയറക്റ്റ്ലി ചോദിക്കാറുണ്ട്. അൺപ്രൂവ്ഡ് മിഡിൽ വരുന്ന ഏത് ഫാലസിയാണ് ഇന്ത്യൻ ലോജിക്കിലുള്ളത്, അസിതയാണോ സവ്യഭിചാരയാണോ സത്പ്രതിപക്ഷയാണോ എന്നുള്ള രീതിയിൽ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസുകൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് നോട്ട് ചെയ്ത് പഠിക്കുക. അസിതയുടെ കേസിൽ അൺപ്രൂവ്ഡ് മിഡിലാണുള്ളത്. ദെൻ സവ്യഭിചാരയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഫാലസി ഓഫ് ദ ഇറഗുലർ മിഡിൽ. അവിടെ ഇറഗുലർ ആയിട്ടുള്ള മിഡിലാണ്, അതായത് നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു മിഡിൽ ടേം എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും. അതായത് അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആയിരിക്കില്ല, നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു ഫാക്റ്റ് ആയിരിക്കില്ല നമ്മൾ അവിടെ ഒരു മിഡിൽ ടേം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിനാണ് നമ്മൾ സവ്യഭിചാര എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് സത്പ്രതിപക്ഷ. ഇത് നമ്മൾ നേരത്തെ അവിരുദ്ധ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് കോൺട്രഡിക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല, മറ്റൊരു റീസണുമായിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനാണ് നമ്മൾ സത്പ്രതിപക്ഷ എന്ന് പറയുന്നത്. ദെൻ ബാധിത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ നോൺ ഇൻഫറൻഷ്യലി കോൺട്രഡിക്റ്റഡ് മിഡിൽ. അതായത് നമ്മൾ ഇൻഫർ ചെയ്തെടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻഫർ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു കാര്യം മറ്റൊരു പ്രമാണ വഴി, നമ്മൾ മീൻസ് ഓഫ് പ്രമാണാസ് പഠിച്ചിട്ടുണ്ട്, പെർസെപ്ഷൻ, അനുമാന, ശബ്ദ, അങ്ങനെ ഒരുപാട് പ്രമാണാസുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാധിതയുടെ കേസിൽ നമ്മുടെ ആ ഒരു മിഡിലിനെ കോൺട്രഡിക്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു മിഡിൽ ടേമിനെ വരുന്നതിനെയാണ് സത്പ്രതിപക്ഷ എന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ, മറ്റൊരു പ്രമാണ വെച്ചിട്ട് നമ്മൾ നമ്മുടെ അനുമാനനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാധിത എന്ന് പറയുക. ദെൻ വിരുദ്ധ എന്ന് പറഞ്ഞാൽ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു മിഡിൽ ടേമിൽ എന്താ ഒരു ഒപ്പോസിറ്റ് മീനിങ് ഉള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉണ്ടാവുക. സോ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതാണ് വിരുദ്ധ എന്ന് പറയുന്ന ഫാലസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് അസിത. അസിത, ദിസ് ഫാലസി അറൈസസ് വെൻ ദ മിഡിൽ ടേം ഹാസ് നോട്ട് ബീൻ പ്രൂവ്ഡ് ഇൻ ദ പ്രിമൈസസ്. അതായത് അസിത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രിമൈസസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൺക്ലൂഷനെ പ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആയിരിക്കില്ല നമ്മുടെ ആ ഒരു പ്രിമൈസസിൽ ഉണ്ടാവുക. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ റീസൺ ഗിവൺ ആൻ ആർഗ്യുമെൻറ്റ് ഈസ് അൺപ്രൂവ്ഡ് ഓർ ഹാസ് നോട്ട് ബീൻ എസ്റ്റാബ്ലിഷ് ലീഡിങ് ടു ആൻ ഇൻവാലിഡ് ഇൻഫറൻസ്. ഇപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓൾ മെൻ ആർ ഇമ്മോർട്ടൽ ബിക്കോസ് ദേ ഹാവ് ലിവർ. എല്ലാ മനുഷ്യരും ഇമ്മോർട്ടൽ ആണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ലിവർ ഉള്ളതുകൊണ്ട്. ദിസ് പേഴ്സൺ ഹാസ് ലിവർ. ഈ ഒരു പേഴ്സണ് ലിവർ ഉണ്ട്. ദർഫോർ ദിസ് പേഴ്സൺ ഈസ് ഇമ്മോർട്ടൽ. ലിവർ ഉള്ളത് കൊണ്ട് ആൾക്കാർ ഇമ്മോർട്ടൽ ആണ് എന്നുള്ളൊരു ഫാക്റ്റ് നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. അത് തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എവിടെയും പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യാത്തൊരു കാര്യത്തിനെ വെച്ചിട്ട് ഒരു കൺക്ലൂഷൻ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് അസിത സംഭവിക്കുന്നത് അല്ലെങ്കിൽ അസിത ഫോലസി സംഭവിക്കുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കുക, അസിത എന്ന് പറഞ്ഞാൽ അൺപ്രൂവ്ഡ് മിഡിലാണ്. അതായത് മുന്നേ ആരും പ്രൂവ് ചെയ്യാത്തൊരു കാര്യം
കാര്യമായിരിക്കും അവിടെ മിഡിൽ ടേം ആയിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു റീസൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എന്താ, ഓൾ മെൻ ആർ ഇമ്മോർട്ടൽ ബിക്കോസ് ദേ ഹാവ് ലിവർ. ലിവർ ഉള്ളത് കൊണ്ട് ഇമ്മോർട്ടൽ ആണ്. ലിവറും ഇമ്മോർട്ടാലിറ്റിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എവിടെയും മുന്നേ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമല്ല. സോ അവിടെ അൺപ്രൂവ്ഡ് ആയിട്ടുള്ള മിഡിലാണുള്ളത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആർഗ്യുമെൻറ്റിൽ വന്നിട്ടുള്ളത് അസിത ഫോലസിയാണ്. ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് ചോദിക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ആണ് സവ്യഭിചാര. സവ്യഭിചാര എന്ന് പറഞ്ഞാൽ വെൻ ദ മിഡിൽ ടേം ഈസ് നോട്ട് യൂണിഫോംലി റിലേറ്റഡ് ടു മേജർ ടേം. അതായത് നമ്മുടെ ആ ഒരു മിഡിൽ ടേം എന്ന് പറയുന്നത് യൂണിഫോംലി അതായത് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല. ഇവിടെ എക്സാമ്പിൾ റാം ഈസ് ബ്രാഹ്മിൻ ബിക്കോസ് ഹി വിയർ സാക്രഡ് ത്രെഡ്. അതായത് സാക്രഡ് ത്രെഡ് വെയർ ചെയ്യുന്നത് കൊണ്ട് റാം ഒരു ബ്രാഹ്മിൺ ആണെന്നാണ് ഇവിടുത്തെ ഈ ഒരു ആർഗ്യുമെന്റ് പറയുന്നത്. പക്ഷേ അത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമല്ല, അതൊരു ചാൻസ് ആണ്. സാക്രഡ് ത്രെഡ് ധരിക്കുന്ന ആൾക്കാരെല്ലാം ബ്രാഹ്മണല്ല. ക്ഷത്രിയാസും വൈശ്യാസും ഒക്കെ അവരൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരൊക്കെ സാക്രഡ് ത്രെഡ് വേറെ ചെയ്യാറുണ്ട്. സോ റാം അത് വേറെ ചെയ്യുന്നത് കൊണ്ട് മേ ബി ക്ഷത്രിയാസ് ആവാം അല്ലെങ്കിൽ വൈശ്യാസ് ആവാം, ബ്രാഹ്മൺ ആവണം എന്ന് നിർബന്ധമില്ല. അവിടെ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മേജർ ടേം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മിഡിൽ ടേം ഉണ്ടായിരിക്കണം, പക്ഷേ ആ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. ഈ ഒരു കേസിൽ ആ ഒരു യൂണിഫോമിറ്റി ഇല്ല. സോ ആ ഒരു യൂണിഫോമിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, അതില്ലാത്തത് കൊണ്ട് വരുന്ന ആ ഒരു എറേഴ്സിനെയാണ് നമ്മൾ സവ്യഭിചാര എന്ന് പറയണത്. അതായത് നമ്മുടെ മിഡിൽ ടേമും മേജർ ടേമും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് യൂണിഫോംലി ആയിരിക്കണം, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. എവിടെയൊക്കെ നമ്മുടെ മേജർ ടേം ഉണ്ടോ അവിടെയൊക്കെ നമ്മുടെ മിഡിൽ ടേമും ഉണ്ടായിരിക്കണം. സോ ഇവിടെ ഈ ഒരു കേസിൽ ആ ഒരു യൂണിഫോമിറ്റി വരുന്നില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ സവ്യഭിചാര എന്ന് പറയുന്ന ഒരു ഫാലസി ഉണ്ടായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സത്പ്രതിപക്ഷ. ഇറ്റ് ഒക്കേഴ്സ് വെൻ ടു സ്ട്രോങ് ഹേതുസ് പ്രസന്റ് സൈമൾട്ടേനിയസ്ലി ഇൻ വിച്ച് വൺ പ്രൂവ്സ് ദ സാധ്യ വൈൽ അതർ വൺ ഡിസപ്രൂവ്സ് ദ സാധ്യ. അതായത് മറ്റൊരു മിഡിൽ ടേമിനെ വെച്ചിട്ട് നമുക്ക് കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ആ ഒരു റീസൺ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ടേം നമ്മുടെ സാധ്യനെ പ്രൂവ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു മിഡിൽ ടേം അതിനെ ഡിസപ്രൂവ് ചെയ്യും. ഇറ്റ് ഒക്കേഴ്സ് വെൻ മിഡിൽ ടേം ഈസ് കോൺട്രഡിക്റ്റഡ് ബൈ അനദർ മിഡിൽ ടേം. സത്പ്രതിപക്ഷ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, കോൺട്രഡിക്റ്റഡ് ബൈ അനദർ മിഡിൽ ടേം, വേറൊരു മിഡിൽ ടേം അവിടെ കോൺട്രഡിക്റ്റ് ചെയ്ത് വരിക ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. സൗണ്ട് എറ്റേണൽ ആണ്, എന്തുകൊണ്ടാണ്? അത് ഓഡിബിൾ ആണ്. അപ്പോൾ അവിടെ വേറൊരു മിഡിൽ ടേം വരികയാണ്. സൗണ്ട് നോൺ എറ്റേണൽ ആണ് ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ പഠിച്ച കാര്യമാണ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടൈം കഴിയുന്നതിനനുസരിച്ച് ചിലപ്പോൾ അതിന് ഡിക്ലൈൻ ഒക്കെ സംഭവിക്കാം. സോ സൗണ്ട് ഒരിക്കലും എറ്റേണൽ അല്ല, കാരണം അത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നോൺ എറ്റേണൽ ആണ്, പക്ഷെ അത് ഓഡിബിൾ ആണ്, എറ്റേണലും ആണ്. അപ്പം ഇപ്പോൾ ഓഡിബിൾ എന്ന് പറഞ്ഞൊരു മിഡിൽ ടേം വെച്ചിട്ട് നമ്മൾ സൗണ്ട് എറ്റേണൽ ആണെന്ന് പറയുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് നോൺ എറ്റേണൽ ആണ്. അവിടെ പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്ന ഒരു മിഡിൽ ടേം വെച്ചിട്ട് അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്, അതായത് വേറൊരു മിഡിൽ ടേം അതിനെ കോൺട്രഡിക്റ്റ് ചെയ്ത് വരിക ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ സത്പ്രതിപക്ഷ എന്ന് പറയുന്ന ഒരു ഫാലസി വന്നിട്ടുള്ളത്. ഫസ്റ്റത്തെ കാര്യം ഓർത്തിരിക്കുക, അസിതയുടെ കേസിൽ അൺപ്രൂവ്ഡ് ആയിട്ടുള്ള മിഡിലാണ്, അൺപ്രൂവ്ഡ് ആയിട്ടുള്ള മിഡിൽ, പ്രൂവ് ചെയ്യാത്ത മിഡിലായിരിക്കും ഉണ്ടാവുക. സവ്യഭിചാര എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു മേജർ ടേമും മിഡിൽ ടേമും തമ്മിലൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കില്ല. ദെൻ സത്പ്രതിപക്ഷ എന്ന് പറയുമ്പോൾ മറ്റൊരു മിഡിൽ ടേം വെച്ചിട്ട് നമ്മുടെ ആ ഒരു കൺക്ലൂഷനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ആണ് ബാധിത. ബാധിത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നോൺ ഇൻഫറൻഷ്യലി കോൺട്രഡിക്റ്റഡ് മിഡിൽ. ഹിയർ ഈസ് ദ മിഡിൽ ടേം ഈസ് കോൺട്രഡിക്റ്റഡ് ബൈ സം അതർ പ്രമാണാസ് ആൻഡ് നോട്ട് ബൈ ഇൻഫറൻസ്. ഇതിൽ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം, ഫയർ ഈസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഫയർ കോൾഡ് ആണ്. അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് സബ്സ്റ്റൻസുകളെല്ലാം കോൾഡ് ആണെന്നുള്ള കാര്യം, പക്ഷേ ഫയർ കോൾഡ് അല്ല എന്നുള്ള കാര്യം നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാകും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ, നമ്മൾ പെർസെപ്ഷൻ വെച്ചിട്ട് ഒരു നോളജ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താ വിളിക്കുക? പെർസെപ്ഷൻ വഴി നമ്മൾ ഉണ്ടാക്കുന്ന നോളജുകൾ മീൻസ് ഓഫ് പ്രമാണ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യക്ഷ പ്രമാണയാണ്. അപ്പോൾ ഇവിടെ ഒരു അനുമാനം ഉണ്ടായിട്ടുണ്ട്, ഫയർ ഈസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് സബ്സ്റ്റൻസ്.
സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഫയർ കോൾഡ് ആണ്. പക്ഷെ നമ്മൾക്ക് നമ്മുടെ പ്രത്യക്ഷ പ്രമാണം വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും, ഫയർ തൊട്ട് നോക്കിയാൽ നമുക്ക് നമ്മുടെ സെൻസ് വഴി നമുക്ക് മനസ്സിലാകും ഫയർ കോൾഡ് അല്ല എന്നുള്ളത്, അത് ഹോട്ട് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ അത് വാം ആണ് എന്നുള്ളത്. സോ നമ്മുടെ ഈ ഒരു കൺക്ലൂഷനെ നമ്മൾ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു പ്രമാണം വെച്ചിട്ടാണ് കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബാധിത എന്ന് പറയാ. പക്ഷെ വേറൊരു മിഡിൽ ടേം വെച്ചിട്ടാണ് നമ്മൾ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സത്പ്രതിപക്ഷ എന്ന് പറയാ. ദെൻ ലാസ്റ്റ് വൺ ആണ് വിരുദ്ധ. വിരുദ്ധ, ഇറ്റ് ഈസ് കോൺട്രഡിക്റ്റഡ് മിഡിൽ. ദ മിഡിൽ ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ മേജർ ടേം ബട്ട് ടു ഇറ്റ്സ് കോൺട്രഡിക്ടറി ദിസ് ഫാലസി അറൈസസ്. അതായത് നമ്മുടെ മേജർ ടേമും മിഡിൽ ടേമും തമ്മിൽ നമുക്ക് ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആ ഒരു ടേംസ് തമ്മിൽ ഒപ്പോസിറ്റ് ആയിട്ടുള്ള സെന്റൻസുകളായിരിക്കും അല്ലെങ്കിൽ വേർഡ്സ് ആയിരിക്കും. ഇപ്പം എക്സാമ്പിൾ നോക്കുക, ദ എയർ ഹാസ് വെയിറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് എംപ്റ്റിനെസ്. ഇത് നമുക്ക് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എയർ എന്ന് പറയുന്നതിന് വെയിറ്റും ഉണ്ട്, പക്ഷേ അത് എംറ്റി ആണ്. നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും, അത് എംറ്റി ആണ് എന്നാൽ അതിന് വെയിറ്റും ഉണ്ട്. പക്ഷേ ഇവിടെ വെയിറ്റ് എംറ്റി ആയതുകൊണ്ട് അതിന് വെയിറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. സോ നമ്മുടെ ഹേതു അല്ലെങ്കിൽ നമ്മുടെ മിഡിൽ ടേമും നമ്മുടെ മേജർ ടേമും എന്നും പറയണത് ഒപ്പോസിറ്റ് ആയിട്ട്, വെയിറ്റ് എംറ്റി അത് രണ്ടും ഒപ്പോസിറ്റ് ആണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ ആ ഒരു സെന്റൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതാണ് വിരുദ്ധ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മേജർ ടേമും നമ്മുടെ മിഡിൽ ടേമും തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കും, കോൺട്രഡിക്റ്റ് ആയിരിക്കും. അതാണ് വിരുദ്ധ എന്ന് പറയുന്ന ഫാലസി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ക്ലിയർ ആണോ? ഇത് കൺഫ്യൂഷൻസ് ഉണ്ടാകും, ക്ലാസ് ഒന്നും കൂടെ കേട്ട് നോക്കുക, അപ്പോൾ ക്ലിയർ ആകും. വെസ്റ്റേൺ ലോജിക്കിലെ ഫാലസീസ് ചോദിക്കുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ ലോജിക്കിലെ ഫാലസീസ് ചോദിച്ച് കണ്ടിട്ടില്ല. കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വെസ്റ്റേൺ ലോജിക്കിലെ ഫാലസീസ് തന്നെയാണ്. പക്ഷേ എൻ ടി എയുടെ കാര്യം ആയതുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ അടുത്ത ഇതിൽ വേണമെങ്കിൽ അവർ ഇന്ത്യൻ ലോജിക്കിലെ ഫാലസീസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് ഫാലസീസ് ഈസ് കമ്മിറ്റഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്? ഫയർ ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. വിരുദ്ധയാണോ, ബാധിതയാണോ, സവ്യഭികാരയാണോ, അസിദ്ധയാണോ? ഫയർ ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം എറ്റേണൽ ആണോ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അൺപ്രൂവ്ഡ് ആയിട്ടുള്ള മിഡില് അസിദ്ധ. ഇതില് വിരുദ്ധയാണ് വരുന്നത്. അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേം ആണ്. എറ്റേണൽ പ്രൊഡ്യൂസ് നമ്മൾ അസിദ്ധ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വൺസ് അത് നശിച്ചു പോകും, അത് ഡിക്ലൈൻ ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഫയർ എറ്റേണൽ ആണ് ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് എറ്റേണൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അതൊരിക്കലും എറ്റേണൽ ആയിരിക്കില്ല. ഇതിൽ പക്ഷേ വേറെ കോൺട്രഡിക്റ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമില്ല. സോ ഇവിടെ വരുന്നത് മിഡിൽ ടേമും നമ്മുടെ മേജർ ടേമും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. വേറെ എക്സ്ട്രാ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും വരുന്നില്ല കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അൺപ്രൂവ്ഡ് ആയിട്ടുള്ളതും അല്ല. സോ ഇവിടെ വരുന്നത് വിരുദ്ധയാണ് കേട്ടോ. So fire is not warm because it is produced such as water is an example of which type of fallacy? Satpratipaksa, ബാധിദ്വിഷയ, വിരുദ്ധ, സ്വരൂപസിദ്ധ. ഇതിൽ ബാധിദ്വിഷയ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ബാധിതയാട്ടോ. വേറൊരു പ്രമാണ വഴി നമുക്ക് കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇത് പറഞ്ഞില്ലേ ബാധിത, അതാണ് നമ്മുടെ ബാധിദ്വിഷയ. ഇതിപ്പോൾ പല ടേമിൽ ചിലപ്പോൾ ചോദിക്കാം. സോ ടേംസുകളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഫയർ ഈസ് നോട്ട് വാം ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് സച്ച് എസ് വാട്ടർ. ഫയർ വാം അല്ല. നമുക്ക് നമ്മുടെ പ്രത്യക്ഷ പ്രമാണം വെച്ചിട്ട് അറിയാം ഫയർ വാം ആണെന്നുള്ളത്. സോ ഇവിടെ ഏതായിരിക്കും പ്രമാണം വെച്ചിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഫാലസി? ഏതാ? വിരുദ്ധയാണോ പ്രമാണം വെച്ചിട്ട് നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യണത്?
നമ്മൾ പഠിച്ചില്ലായിരുന്നോ നമ്മുടെ വേറൊരു പ്രമാണം വെച്ചിട്ട് നമ്മൾ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് ബാധിത വിഷയമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ലോജിക്കിലെ കൺസെപ്റ്റുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ ലോജിക്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് സ്ക്വയർ ഓഫ് ഒപ്പോസിഷനും വെൻ ഡയഗ്രാം, വേർഡ് അനലോജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കും പഠിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഫാലസിയുടെ ഇമ്പോർട്ടൻസ് കഴിഞ്ഞാൽ, ഫാലസിക്ക് നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇമ്പോർട്ടൻസ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന, ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻസ് വരുന്നു പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സ്ക്വയർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ ഓഫ് ഒപ്പോസിഷനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യും. ഇതുവരെ എടുത്തതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫോലസീസിൻ്റെ കേസിൽ എനിക്കറിയാം എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും. അത് റിപ്പീറ്റഡ്ലി ക്ലാസ്സുകൾ കണ്ടിട്ട് ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക. ദെൻ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എന്താണോ ആ ഒരു ക്വസ്റ്റ്യനിൽ മീൻ ചെയ്തിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മൾ ആൻസറിലേക്ക് എത്തുക. നമ്മൾ പഠിക്കാത്ത ഫാലസീസ് എന്തായാലും എക്സാമിന് ഉണ്ടാവും. സോ അവിടെ ഒരു ലോജിക്കൽ ഗസ്സിങ്, പിന്നെ നമ്മൾ പഠിച്ചതിൻ്റെ മീനിങ് നമുക്ക് അറിയാമല്ലോ. സോ അത് എലിമിനേഷൻ ടെക്നിക്സുകളൊക്കെ വെച്ചിട്ട് ഒന്ന് ഗസ് ചെയ്യുക. മേ ബി NTA കാര്യമാണ്, നമുക്കറിയാം നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാത്തൊരു എക്സാമാണ്. സോ ഇൻ കേസ് അത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റിലേക്കോ JRFലേക്കോ എത്തുന്ന ഒരു 2 മാർക്കായിരിക്കാം ആ ഒരു ആൻസർ എന്ന് പറയണത്. സോ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?